പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾക്കുള്ള വോയിസ് ആണ്. യുക്തിവാദികള്, മുജാഹിദ് ജമാഅത്ത്, ഖാദിയാനി പോലത്തെ അലവലാദികൾക്കുള്ള വോയിസ് അല്ല. ജീവിതത്തിൽ ബറക്കത്ത് സാധ്യമാക്കാനുള്ള 5 നല്ല ശീലങ്ങൾ. ബറക്കത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 5 ദുശ്ശീലങ്ങൾ ഒഴിവാക്കിയാൽ, നല്ല ശീലങ്ങൾ 5 എണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുകയാണെങ്കിൽ ബറക്കത്ത് നമുക്ക് കൈവരിക്കാൻ പറ്റും. ബറക്കത്ത് ഒരുപക്ഷെ ഡെഫിനിഷൻ അത് നിർവചിക്കാൻ പറ്റിക്കോളുന്നില്ല. ജീവിതം കൊണ്ട് ആസ്വദിക്കേണ്ടുന്ന, എൻജോയ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സൽഗുണമാണ് ബറക്കത്ത് എന്നുള്ളത്. ബറക്കത്ത് നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള 5 കാരണങ്ങൾ. ഒന്ന്, ഇബാദത്തുകളിലുള്ള, ആരാധനകളിലുള്ള അശ്രദ്ധയാണ്. അശ്രദ്ധയോടുകൂടെയല്ല, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയോടുകൂടെ നമ്മൾ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ വജഹുദ്ദേശിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് നിസ്കാരാകട്ടെ, മറ്റു ഏതേത് പ്രവർത്തനങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാം ഏതേത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് കേൾക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ വജഹുദ്ദേശിച്ച് തൃപ്തി കാക്ഷിച്ച് ചെയ്യുക എന്നുള്ളത് ബറക്കത്ത് കൈവരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, തെറ്റുകൾ നമ്മളൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. മനുഷ്യ സഹജമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു താല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള എല്ലാ അവയവങ്ങൾ കൊണ്ടും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അത് പൊറുപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അത് തൗബ ചെയ്താൻ, ആ തൗബയെ വൈകിപ്പിക്കുക എന്നുള്ളതാണ്. നാളെ തൗബ ചെയ്യുക, അല്ലെങ്കിൽ മറ്റന്നാൾ തൗബ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുക, അടുത്ത ആഴ്ച ചെയ്യുക, ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാണ്ട് ഇന്ന് ഇപ്പോൾ ചെയ്യുക. തൗബയെ വൈകിപ്പിക്കുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ റീസൺ ആണ്. മൂന്നാമത്തെ കാരണം, ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള, ബറക്കത്ത് ജീവിതത്തിൽ സാധ്യമാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വിശുദ്ധ ഖുർആൻ ഓതാത്ത വീട്. എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ബറക്കത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ ബറക്കത്ത് കുറവായിരിക്കും. അല്ലെങ്കിലും ബറക്കത്ത് കുറഞ്ഞതിന്റെ പേരിൽ, ബറക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ പലതും അസാധ്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമ്പത്തില്, നമ്മുടെ സമ്പാദ്യങ്ങളില്, നമ്മുടെ ജോലികളില്, ബിസിനസ്സുകളില്, നമ്മൾ ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളിലും ബറക്കത്തുണ്ടായാലും ഇല്ലെങ്കിലും വലിയ അന്തരമുണ്ട്. ബറക്കത്തുണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏതേത് കാര്യങ്ങളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും, നമുക്കൊരു സന്തോഷവും നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന നാലാമത്തെ കാര്യമാണ് ചിന്തിക്കാണ്ട് സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും ചിന്തിക്കണം. ഞാൻ ഇത് സംസാരിച്ച് കഴിയുമ്പോൾ എന്റെ നാവിലൂടെ വരുന്ന ഈ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമാണോ സൃഷ്ടിക്കുന്നത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവോ അതല്ല ഉപകാരമാണോ ഉടലെടുക്കുന്നതെന്ന് നമ്മൾ സ്വന്തം ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാന കാര്യങ്ങളിൽ മറ്റൊന്നാണ് കാരണം കൂടാണ്ട് നിസ്കാരത്തെ വൈകിപ്പിക്കുക എന്നുള്ളത്. ളുഹറിന്റെ സമയം, അസർ ബാങ്ക് കൊടുക്കുന്നത് വരെ ടൈം ഉണ്ടെങ്കിൽ പോലും ഒരു കാരണവും കൂടാണ്ട് ളുഹറിനെ പരമാവധി, ഒരു കാരണവും ഇല്ലാണ്ട്, കാരണം ഉണ്ടെങ്കിലുള്ള കാര്യമല്ല പറഞ്ഞത്, കാരണമില്ലാണ്ട് നമ്മൾ വൈകിപ്പിച്ച് 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 അസർ നിസ്കരിക്കുന്നതിന്റെ, ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിസ്കരിക്കുന്ന ഒരു ശൈലി. ആവശ്യമില്ലാണ്ട്, കാരണം കൂടാണ്ട് സമയം വൈകിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെടുത്താനുള്ള വലിയ കാരണങ്ങളിൽ ഒന്നാണെന്ന് കാണാം.